ഇനി ഖത്തറിലേക്കാണ് നമ്മുടെ യാത്ര. ഖത്തറിലെ ഫരീജ് ആർട്ട് ആൻഡ് ഡിസൈൻ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളിലേക്ക്. കലയും സർഗാത്മകതയും സാംസ്കാരിക വിനിമയത്തിനുള്ള ഉപാധിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉംസലാൽ മുഹമ്മദിലെ ദർവൽസായിൽ കലയുടെ ഭാവവിസ്മയങ്ങൾ കൺതുറന്നത്. ഒക്ടോബർ 31 വ്യാഴാഴ്ച ആരംഭിച്ച ഫെസ്റ്റിവലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ തങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം നിറങ്ങളായും ശില്പങ്ങളായും ഇൻസ്റ്റലേഷനുകളായും സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഖത്തറിൽ നിന്നും പുറത്തുനിന്നുമുള്ള 19ഓളം വൈവിധ്യമാർന്ന സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ മികച്ച കലാകാരന്മാരുടെ സൃഷ്ടികളും ലൈവ് ചിത്ര പ്രദർശനവും ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സന്ദർശകരെ ആകർഷിച്ചത്. സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ ഹമദ് അൽ താനിയാണ് ദർവൽസായി മൈതാനിയിൽ പ്രത്യേകം പണി കഴിപ്പിച്ച മനോഹരമായ വേദിയിൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അയൽപ്പക്കം എന്ന അർത്ഥം വരുന്ന ഫരീജ് എന്ന പദം ഫെസ്റ്റിവലിന്റെ ഉദ്ദേശവും ആശയവും വെളിപ്പെടുത്തുന്നതാണ്. പ്രാദേശികവും അന്തർദേശീയവുമായ സർഗാത്മക രചനകളെയും കലാകാരന്മാരെയും ഒരുമിപ്പിക്കുന്നതിലൂടെ സാംസ്കാരിക വിനിമയത്തിനും ക്രിയാത്മകമായ സംവാദങ്ങൾക്കുമുള്ള വേദിയായി ഫെസ്റ്റിവൽ മാറി. അറബനു മേഖലയിൽ നിന്നുള്ള 100-ലധികം കലാകാരന്മാരും ഡിസൈനർമാരുമാണ് പരിപാടിയിൽ ഒത്തുചേർന്നത്. അവരുടെ വൈവിധ്യമാർന്ന ശൈലികളും സങ്കേതങ്ങളും പരിചയപ്പെടുത്തുന്നതിനൊപ്പം വ്യത്യസ്തമായ നിലപാടുകൾ പ്രതിഫലിപ്പിക്കുന്നതുമായിരുന്നു പ്രദർശനം. ആർട്ട് ഹൗസ്, ആർട്ട് ആൻഡ് ഇൻസ്പിറേഷൻ, തിയേറ്റർ, അൽഹോഷ് എന്നിവയുൾപ്പെടെ നിരവധി തീമാറ്റിക് വിഭാഗങ്ങളിലായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. കലാപ്രദർശനങ്ങൾക്ക് പുറമെ എല്ലാ പ്രായക്കാർക്കും ഉപകാരപ്രദമാകുന്ന വർക്ക്ഷോപ്പുകൾ, സാംസ്കാരിക സെമിനാറുകൾ, ആർട്ട് സ്റ്റുഡിയോകൾ എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. വെള്ളത്തിൽ പ്രകൃതിയിൽ നിന്നുള്ള യഥാർത്ഥ നിറങ്ങൾ ചേർത്ത് ക്യാൻവാസിൽ ഒപ്പിയെടുക്കുന്ന തുർക്കിയുടെ പരമ്പരാഗത രചനാശൈലിയായ ഇബ്രു ആർട്ടുമായാണ് ഒരു കൂട്ടം കലാകാരികൾ പ്രദർശനത്തിനെത്തിയത്. ഖത്തർ ഭരണകൂടത്തിന് കീഴിൽ നടത്തിവരുന്ന വിവിധ സാംസ്കാരിക പരിപാടികൾക്ക് ഖത്തറിന്റെ തനത് ശൈലിയിലുള്ള നിർമ്മിതികളും താൽക്കാലിക വേദികളും ഒരുക്കി ശ്രദ്ധേയനായ ബ്ലസിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിനായിരുന്നു ഇത്തവണയും വേദി ഒരുക്കാനുള്ള അവസരം ലഭിച്ചത്. Ebru is a Turkish traditional art. We call it as a Ebru because the Ebru meaning is a cloud. കഴിഞ്ഞ ഖത്തർ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ഖത്തറിന്റെ പരമ്പരാഗത രീതിയിലുള്ള ഖത്തർ ഹൗസ് പുനർനിർമ്മിച്ച ഖത്തരി സമൂഹത്തിന് കയ്യടി നേടിയ അനുഭവമായാണ് ബ്ലസിനും സംഘവും ഇത്തവണ രാജ്യത്തെ പ്രഥമ ആർട്ട് ആൻഡ് ഡിസൈൻ വേദിയൊരുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. സാംസ്കാരിക മന്ത്രാലയം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇത്തവണയും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ബ്ലസിൻ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 250 പേരോളം ഡേ നൈറ്റ് 24 hours വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. നല്ല അപ്രിസിയേഷനാണ് തന്നേക്കുന്നത്. ഈ ഷോർട്ട് പീരീഡിൽ ഇത്രയും ക്ലീൻ, ഇത്രയും നീറ്റായി അവരുദ്ദേശിച്ച ഒരു ഔട്ട്പുട്ടാണ് അവർക്ക് കിട്ടിയത്. അതിലവർ വളരെ സംതൃപ്തരാണ്. ഞങ്ങളും വളരെ സന്തോഷവാനാണ്.